മോർണിംഗ് ടു യു ഓൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പ്രാവശ്യത്തെ അവധി കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോവേണ്ട ആവശ്യാർത്ഥം കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിരിക്കുന്ന സ്ഥിതിയിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ നിങ്ങൾ വരികയും ഇരിക്കുകയും സുഹൃത്തുക്കളെയോ സഹോദരങ്ങളെയോ എല്ലാം യാത്രയക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ്, എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ഇതൊന്നും കാണാത്ത ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മെല്ലെ വിമാനത്തിൽ കയറി സീറ്റുകളൊക്കെ നോക്കി ഇരിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. എയർ ഹോസ്റ്റസ് യാത്രക്കാരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. സ്പൈസ് ജെറ്റിൻ്റേതാണ് വിമാനം. യാത്രക്കാർ ഓരോരുത്തരായി കടന്നു വരുന്നു. ചിലരൊക്കെ മുംബൈയിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിലേക്ക് പോകുന്ന കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി പോകുന്നവരാണ്. ചിലരൊക്കെ മുംബൈയിലേക്ക് പോകുന്നവരുമാണ്. ഏതായാലും വിമാനത്തിലെ സേഫ്റ്റി മെഷറൊക്കെ എയർ ഹോസ്റ്റസ് വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നല്ലെങ്കിൽ നാളെ നിങ്ങളും യാത്രക്കാരായി പോവുകയാണെങ്കിൽ എയർ ഹോസ്റ്റസ്മാർ പറയുന്ന, വിമാനത്തിലെ ബന്ധപ്പെട്ട അധികാരികൾ പറയുന്ന സേഫ്റ്റി മെഷേഴ്സ് പൂർണ്ണമായും നിങ്ങൾ പാലിക്കണമെന്ന് വിനീതമായി നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. ഏതു സമയത്തും ആർക്കും സംഭവിക്കാവുന്ന ഒന്നേയുള്ളൂ അത്യാഹിതങ്ങൾ. അത്യാഹിതം സംഭവിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും രക്ഷപ്പെടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾക്ക് കഴിയുന്നതും കുറച്ച് അപകടം സംഭവിക്കുക എന്നതാണ്. ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായി രക്ഷപ്പെടുകയും ചെയ്തേക്കാം. അതിനാൽ സേഫ്റ്റി മെഷേഴ്സ് പൂർണ്ണമായും പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ വിമാനം റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ടേക്ക് ഓഫിന് പോയിന്റിലേക്കുള്ള ഓട്ടത്തിലാണ് വിമാനം. പുറത്ത് കാലാവസ്ഥ ശക്തമായി തുടരുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടേക്ക് ഓഫ് പോയിൻ്റ് ആയിട്ടില്ല. അതിനു വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ചെറിയ രീതിയിൽ പുറത്ത് കാറ്റ് വീശുന്നുണ്ട്. എങ്കിലും ടേക്ക് ഓഫ് പോയിന്റിലേക്കുള്ള ഓട്ടത്തിലാണ് വിമാനം. മെല്ലെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. കോഴിക്കോടിനോട് താൽക്കാലികമായിട്ടെങ്കിലും വിട പറയുകയാണ്. മനസ്സിൽ വിഷമമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. എല്ലാം കുടുംബത്തെയും നാട്ടിനെയും സേവിക്കാൻ വേണ്ടി പിറന്ന നാട് വിട്ട്, പിറന്ന കുടുംബത്തെ വിട്ട്, മറ്റ് സൗഹൃദ ബന്ധങ്ങൾ വിട്ട് പ്രവാസിയ എന്ന വാക്കിലേക്ക് ഒതുക്കി നമ്മൾ നാട് വിടുകയാണ്. നിങ്ങൾക്കിപ്പോഴും കാർമേഘത്തിനുള്ളിലൂടെ നമ്മുടെ പൊന്നാര നാട് കാണാവുന്നതാണ്.
പച്ചപ്പരവതാനി വിധിച്ച സുഗന്ധദ്രവ്യങ്ങളുടെയും തെങ്ങിൻ തോപ്പുകളുടെയും മലഞ്ചെരുക്കിൻ്റെയും റബ്ബറിൻ്റെയും എല്ലാം നാടായ നമ്മുടെ സ്വന്തം കോഴിക്കോടിനോട് മലപ്പുറത്തിനോട് താൽക്കാലിക കാലത്തേക്കെങ്കിലും വിട പറയുകയാണ്. കാർമേഘങ്ങൾ പോഴിയും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്കുള്ള ഭക്ഷണങ്ങളുമായി എയർ ഹോസ്റ്റസ് എത്തിക്കഴിഞ്ഞു. കുഴപ്പമില്ല, ഉപ്പുമാവാണ്, ചായയുണ്ട്, അതെല്ലാം കഴിച്ചു. വീണ്ടും ഭംഗിയായിരുന്നു. വിമാനം മുംബൈ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ഏറെക്കുറെ ശാന്തമായിട്ടുണ്ട്. മുംബൈ മഹാനഗരം ലക്ഷ്യമാക്കി വിമാനം അതിവേഗതയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങിങ്ങായി ചെറിയ പച്ച തോപ്പുകൾ കാണാമെങ്കിലും നമ്മൾ ബോംബെയിലേക്കുള്ള തന്ത്രപ്പാടിലാണ്. ഏകദേശം മഹാരാഷ്ട്രയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊങ്കണിൻ്റെ സഹ്യപർവ്വത നിരകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാഡ്ഗിൽ കമ്മീഷനിൽ പറയുന്ന പ്രശ്നബാധിത പ്രദേശങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കാർമേഘമുണ്ട്. എങ്കിലും വല്ലപ്പോഴുമൊക്കെ ആ പച്ചപ്പരവതാനി നമുക്ക് കാണാവുന്നതാണ്. ഏകദേശം നമ്മുടെ വിമാനം ബോംബെ മഹാനഗരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ബോംബെ ലൊക്കാലിറ്റിയിൽ ഏറെക്കുറെ നമ്മുടെ വിമാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രത്നഗിരി ഏരിയകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ വിമാനം ബോംബെയിലെത്തുന്നതാണ്. വിമാനം അതിശക്തമായി വേഗതയിൽ ബോംബെ മഹാനഗരം ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാരാഷ്ട്രയാണ്. ബോംബെയുടെ പരിസര പ്രദേശങ്ങളാണ്. ഏറെക്കുറെ ബോംബെ മഹാനഗരത്തിലെത്തിയിരിക്കുന്നു നമ്മുടെ വിമാനം. കോൺക്രീറ്റ് സൗധങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത് മുംബൈ മഹാനഗരത്തിലൂടെയാണ്. അതിൻ്റെ പരിസരങ്ങളിലൂടെയാണ്.
അഴുക്കുചാലുകളാണ്. ഏറെക്കുറെ വിമാനം എയർപോർട്ടിൻ്റെ പരിസരത്തിലൂടെയാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ലാൻഡിങ്ങിന് സിഗ്നൽ വ്യക്തമായി വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിമാനം വിജയകരമായി ലാൻഡ് ചെയ്യും. ഏറെക്കുറെ എയർപോർട്ടിന് അടുത്തെത്തി. വിമാനം താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. എയർപോർട്ട് ലക്ഷ്യമാക്കി താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. ഏറെക്കുറെ എയർപോർട്ട് കോമ്പൗണ്ടിലെത്തി. സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ വിജയകരമായി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇത്രയും സ്പീഡ്, വേഗത കുറയണമെങ്കിൽ അത്രയും വിമാനം റൺവേയിലൂടെ ആ ഓട്ടത്തിലാണ്. മറ്റ് വിമാനങ്ങളൊക്കെ പാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാം. അതിൽ ചിലതൊക്കെ കാർഗോ വിമാനങ്ങളാണ്. എല്ലാം യാത്രാ വിമാനങ്ങളല്ല. ചിലതൊക്കെ പണിക്ക് വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂർ പറന്ന് ഫ്ലൈ ചെയ്ത് നമ്മൾ ബോംബെയിൽ വിജയകരമായി എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ഗേറ്റിന് വേണ്ടിയുള്ള നോട്ടത്തിലാണ്. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയായി നമുക്ക് പുറത്തിറങ്ങാൻ കഴിയും. ഇവിടെ ശക്തമായ മഴയില്ല, എങ്കിലും ചെറിയ രീതിയിലുള്ള മഴയുണ്ട്. കാലാവസ്ഥ കേരളത്തിലെ അത്ര ശക്തമല്ല. ബോംബെയിൽ ഇന്നത്തെ 21-ാം തീയതി ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിമാനത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പറക്കലിന് ശേഷം നമ്മുടെ വിമാനം ബോംബെ എത്തിയിരിക്കുന്നു. അങ്ങനെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഗുഡ് ഡേ യു ആൾ.